C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സാരഥി, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീലക്ഷ്മി മാഡം, കോമഡി കാണിച്ചത് മതി, മുന്നോട്ട് നിൽക്കണം. ശ്രീലക്ഷ്മി, My hearty welcome, Sri Lakshmi ma'am. We are so happy now that you have returned. I pray that God gives you all His blessings, even better than before. All of us together will help you to make Rajanandani department strong again. Thank you, ma'am. Thank you. വെൽക്കം ശ്രീലക്ഷ്മി. ആഹാ, ഇതാര്? നമ്മുടെ കൂട്ടുകാരിയാ. നീ ഇവിടെ ഉണ്ടോ? വെൽക്കം ശ്രീലക്ഷ്മി മാഡം. ഞങ്ങൾ കുറെ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തിന്? ഇവിടെ ജോലിയൊന്നും ഇല്ലായിരുന്നാ? അല്ല, രാവിലെ വന്ന് അവരവരുടെ ജോലി നോക്കാതെ നമ്മളെയും കാത്തിരുന്ന എന്തിനാന്ന്? മാഡം, അത് ഇവരെല്ലാം ശ്രീലക്ഷ്മി മാഡം തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാ. അതുകൊണ്ട് ഇന്നത്തേക്ക് അത് കാര്യമാക്കണ്ട. They will do their work properly. Don't worry about that. അതാണ്. എല്ലാരും പേടിച്ചു പോയാ? ഇതൊക്കെ നമ്മുടെ ചെറിയ നമ്പർ അല്ലേ? പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു ഓളത്തിനങ്ങ് പോവാം. ഏത്? ഇവിടെ ചെറിയൊരൊന്നും വേണ്ട, വലിയൊരൊന്നും വേണ്ട, എല്ലാരും തുല്യരാ. നീ വന്നേ, നിന്നെ കൈ പിടിച്ചോണ്ടിരിക്കണ. നിനക്കിവിടെ എന്തോന്ന് ജോലി? മാർക്കറ്റിംഗ് സെക്ഷനിലാ മേഡം. മാർക്കറ്റാ? അപ്പൊ നീയാണ് ഇവിടെ ചന്തയിൽ പോണേ? അപ്പൊ നല്ല പച്ച മീൻ. ശ്രീലക്ഷ്മി, ഇതെല്ലാം നമ്മളുടെ ഓഫീസ് സ്റ്റാഫുകളാണ്. ഞാൻ രാവിലെ പറഞ്ഞതല്ലേ, ഇതെല്ലാം നമ്മളുടെ ഓഫീസ് സ്റ്റാഫാണ്. ഓഫീസ് സ്റ്റാഫ്. ആഹാ, നമ്മുടെ സാരിക്ക് ആശാന്റെ ഉടുപ്പിന് ഒരേ നിറമാണല്ലോ. കലക്കി. എന്നാ നമുക്ക് പോവാ ആശാനെ? പോവാം. അതിനു മുമ്പ് താൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ്. അയ്യോ, അത് നമുക്കറിയാം. അതിനല്ലേ നമ്മൾ ഈ വേഷത്തെ നിക്കണത്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ആ ഓഫീസിലെ വലിയൊരാളാണ് താൻ. നമ്മള് അവിടെ അങ്ങനെ അഭിനയിക്കണോ? അഭിനയിച്ചാലും ഇല്ലെങ്കിലും ഒരാൾക്ക് പോലും സംശയം തോന്നരുത്. തന്നെ ബഹുമാനിക്കുന്നവർ മാത്രമേ ഓഫീസിലുള്ളൂ. ആയിക്കോട്ടെ. അപ്പോ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആ പക്വതയും ഡീസൻസിയും വേണം. അതെന്താ ആശാന അങ്ങനെ ഒരു വർത്താനം? നമുക്കതൊന്നും ഇല്ലേ? അങ്ങനെയല്ല, കുറച്ചുകൂടി ആറ്റിറ്റ്യൂഡ് കൂട്ടണം എന്നാണ് പറഞ്ഞത്. അതായത് ഈ രാജനന്ദിനി സിൽക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ശ്രീലക്ഷ്മി.
അപ്പോ അതിനനുസരിച്ച് വേണം ഓരോരുത്തരോടും ഇടപെടാൻ. ഇപ്പൊ മനസ്സിലായോ? ശരി, ഞാൻ പറയാം. ഇപ്പോ ഓഫീസിലെ മുതിർന്ന സ്റ്റാഫുകളോട് കൈ കൂപ്പിയിട്ട് നമസ്കാരം എന്ന് പറയണം. അതല്ല, ആരെങ്കിലും ഷെയ്ക്കാൻ്റെ തിരിക്കുകയാണെങ്കിൽ കൈത ഇങ്ങനെ കൈവക്കി ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പതിയെ ഷെയ്ക്കാൻ ചെയ്യണം. മനസ്സിലായോ? നീ സാൻഡ്ര, കൃഷ്ണ അങ്ങനെയുള്ള സ്റ്റാഫുകളാണെങ്കിൽ കൈ കൊടുത്ത് ചെറുതായിട്ടൊന്ന് കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിക്കണോ? എന്തിന്? അത് കുറച്ചുകൂടി സ്നേഹം കാണിക്കാനും അടുപ്പം കാണിക്കാനും ഒക്കെ. അന്ന് സാൻഡ്ര തന്നെ കാണാൻ വന്നപ്പോ കെട്ടിപ്പിടിച്ചില്ലേ, അതുപോലെ. അതെങ്ങനെയാ? അത് എങ്ങനെയാ? ആശ നിന്ന് വിയർക്കാതെ ഒന്ന് കാണിച്ചു തന്നെ. അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കണോ? ഇതിന്റെ അർത്ഥം എന്താ? നീ എനിക്ക് പ്രിയപ്പെട്ടവളാണെന്നും നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ലെന്നുമാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഇത് ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രല്ല, അത്രമേൽ ഇഷ്ടപ്പെടുന്നവരോട് ചെയ്യേണ്ടതാ അല്ലേ? അതെ. അപ്പോ ഇത് വേറെ ആരോടും ചെയ്യാൻ പാടില്ല? മോശ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.